വെൽക്കം ടു ടേക്ക് ടു പോഡ്കാസ്റ്റ് എപ്പിസോഡ് 6. ഇപ്പോൾ മലയാള സിനിമയത്തെ പല സിനിമകളിലെയും കഥാപാത്രങ്ങൾ നമുക്ക് ഓർമ്മയുണ്ടാവും. അതുപോലെ തന്നെ കഥാപാത്രങ്ങൾ പോലെ തന്നെ നമുക്ക് ഓർമ്മയുള്ള ഒരു കാര്യമാണ് അവരുപയോഗിച്ചിട്ടുള്ള കാറുകൾ അല്ലെങ്കിൽ വാഹനങ്ങൾ. അതൊരു ഐക്കോണിക്കായിട്ട് നിൽക്കുന്ന ഒരുപാട് സിനിമകളുണ്ട്. അപ്പോൾ അതാണ് നമ്മളിന്ന് സംസാരിക്കാൻ പോകുന്നത്. അപ്പോൾ നമ്മളൊപ്പം ഇന്ന് നമ്മുടെ ഇന്നത്തെ പോഡ്കാസ്റ്റിൽ നമ്മുടെ കൂടെ ഒരു ഫ്രണ്ടും കൂടി ഉണ്ട്, മുഹമ്മദാണ്. വെൽക്കം. എനിക്ക് കാറുകളുടെ ഒരു സാധനം തോന്നിയിട്ടുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഫസ്റ്റ് ഓർമ്മ വരുന്നത് CID മ്യൂസിയമാണ്. CID മ്യൂസിയത്തെ ആ കാറിന് എനിക്ക് ഓർമ്മ തന്നെ. കാരണം അതെന്ന് വെച്ച് കഴിഞ്ഞാല് എന്താ പറയാ, ഈ കാർ എന്റെ കൈ മാത്രമേ ഉള്ളൂ. എടുത്തിരിക്കല്ലേ. അപ്പൊ ആ സംബന്ധിച്ചാല് മുമ്പ് ആ സിനിമ ശരിക്കും പറഞ്ഞാൽ ഭയങ്കര നൊസ്റ്റാൾജി ഉള്ളൊരു സിനിമയാണ്, നൊസ്റ്റാൾജി ഉള്ള സിനിമ. അതില് ആ സീക്വൻസ് കാണാൻ വേണ്ടി മാത്രമേ ആ സിനിമ കണ്ടിട്ടുണ്ട് ചെറുപ്പത്തില്. ഫുള്ള് കാർ വെച്ചിട്ട് സ്റ്റണ്ട് പരിപാടി ഉണ്ട്. ആ സിനിമ ഫുള്ള് എൻഗേജിങ് ആണ്. എന്നാൽ പോലും ആ സീക്വൻസ് ഉണ്ട്, സെപ്പറേറ്റ് ഫാൻ ബേസ് ഉണ്ട്. അതൊരു ഐക്കോണിക്. അവരെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് മറ്റേ ടോപ്പൊക്കെ ഉണ്ടായിരുന്ന കാരണം അത് കട്ട് ചെയ്ത് കസ്റ്റമൈസ് ചെയ്തേക്കാണ്. എനിക്ക് തോന്നുന്നു മറ്റേ ബബ്ബേല് കാണിക്കുന്ന കാറിന്. അപ്പൊ എനിക്കാണ് ഫസ്റ്റ് അങ്ങനത്തെ ഒരു കാറ് എന്ന് പറയുന്ന ഓർമ്മ തന്നെ. ആ സിനിമയോടൊപ്പം തന്നെ ആ കാറും ഭയങ്കര സ്റ്റാറായ ഒരു സാധനമാണ്. ദിലീപേട്ടനിൽ ഇപ്പോഴും ഉണ്ടെന്ന് പറയുന്ന ആ കാറ്. എനിക്ക് തോന്നുന്നു ഒരു കാറിന് ഇത്രയും ഒരു പ്രാധാന്യം കിട്ടുന്ന ആ സിനിമയാണെന്ന് തോന്നുന്നു. ക്ലൈമാക്സ് എടുക്കുമ്പോ ആ കാറും അതിലൊരു സ്റ്റാറാണ്. അതിന്ന് ഓരോ സാധനങ്ങൾ വരുന്നത് നമുക്ക് അന്ന് ചെറുപ്പത്തിൽ കാണുമ്പോൾ അത് ഒറിജിനലി അങ്ങനെ ചെയ്താ വരുന്ന കാറിന്ന് അങ്ങനെ ടെക്നിക്കൽ സെറ്റ് ആർട്ടുകാർ സെറ്റ് ചെയ്ത് വെച്ചിരിക്കണം. അല്ലാണ്ട് മറ്റേ ഇവിടുന്ന് കൈ നോക്കി കാണിക്കുന്ന ആ പരിപാടി ഇല്ല. അത് ഒറിജിനലി ചെയ്ത ആക്ഷൻസ് മൊത്തം വരുന്നു. എഞ്ചിൻ വണ്ടി തള്ളാവും. അതാണ്. അപ്പൊ അതെനിക്ക് തോന്നുന്നു ഒരു മലയാള സിനിമയെ തന്നെ അങ്ങനത്തെ ഒരു സാധനം പിന്നെ വന്നിട്ടില്ല. അത്രയും പ്രാധാന്യം കൊടുത്തിട്ട് ഓർത്തിരിക്കുന്നുണ്ടല്ലോ. വാഹനം ട്രെയിലറിൽ തന്നെ കാറ് കാണിക്കുന്നുണ്ട്. അപ്പൊ തന്നെ കാറ് ഉണ്ടാലും CID മൂസ കാറിന് നമ്മളെ പറയുള്ളൂ. അപ്പൊ അതിനൊരു സെപ്പറേറ്റ് ഫാൻ ബേസ് തന്നെ ഉണ്ട് ആ കാറിന്. അതാണ് എനിക്ക് പെട്ടെന്ന് എനിക്ക് ഓർമ്മ. അല്ല, ഫസ്റ്റ് എപ്പോഴും അതന്നെയാണോ സിനിമയിലെ ഒരു കാരണം ഫസ്റ്റ് വരുന്നത്. എനിക്ക് അങ്ങനെ ഓർമ്മ വരുന്നത് റൺവേയില് ദിലീപ് ഉപയോഗിക്കുന്ന ജിപ്സി ഫ്രെയിം ഉണ്ടല്ലോ. അത് ശരിക്കും പറഞ്ഞ ജോഷിയുടെ അത് ഒരു എക്കാലത്ത് ഐക്കോണിക് ഫ്രെയിം ആണത്. ആ വണ്ടി കയറി വരുന്നത് അങ്ങനെ ഒരു ജീപ്പ് ഉള്ളതേ നമുക്ക് അറിയില്ല. മറ്റേ ഇവര് ലോറി വരണത് കാണിച്ചിട്ട് ഒരു വെള്ളത്തിന്റെ പോലത്തെ ഒരു സാധനം റോട്ടിലുണ്ടാകും. അതിന് പൊന്തി വരിക. പിന്നെ അതുപോലെ തന്നെ എനിക്ക് തോന്നുന്നു ജിപ്സിയുടെ ഒരു സാധനം പറഞ്ഞ ഗില്ലിയിലും ജിപ്സി ഒരു സാധനം റെഫറൻസ് പോലെ ഉണ്ട്. അപ്പൊ അത് അങ്ങനത്തെ ഒരു സാധനം ഉണ്ട്. പിന്നെ എനിക്ക് പറക്കുന്തളിയിലെ ബസ് അതുപോലെ ഒരു സാധനം. അതും ഈ പറഞ്ഞ പോലെ തന്നെ എനിക്ക് ദിലീപ് കുറച്ച് അങ്ങനത്തെ സാധനം. കാരണം എനിക്ക് ആ ബസ് സിനിമ മുമ്പോട്ട് കൊണ്ടുവന്ന മൊത്തം നമ്മ ഈ ബസ് എങ്ങനെ അലങ്കരിക്കും? അത് ഇങ്ങനെ ചെറിയ ചെറിയ പൂക്കളും ഇലകളും. ഇതെന്താ ഒരു കാടല്ലേ ഇറങ്ങിയത്? ഇന്റർവ്യൂ എടുക്കാൻ നേരത്തുണ്ടല്ലോ അതിന് കൊണ്ടുവന്നത്. അപ്പൊ എനിക്ക് പക്ഷെ അത് ശരിക്കും പറഞ്ഞല്ലേ ആ സിനിമയുടെ ഒരു പ്രൊഡ്യൂസർ എന്ത് പറഞ്ഞ സാധനമാണ്, ജോണി ആന്റണി എന്ന് തോന്നുന്നു ആൾ അസോസിയേറ്റഡ് പടത്തിന്റെ. അപ്പൊ ആള് പറഞ്ഞ വെച്ചാൽ പുതിയ ബസ്സുകളൊന്നും പ്രൊഡ്യൂസർ മേടിച്ചിട്ടുണ്ടെന്ന് ഇത് ഷൂട്ട് ചെയ്യാൻ വേണ്ടിട്ട്. അപ്പൊ ഇവര് പറഞ്ഞ ഇത് കഥ ഇങ്ങനെയാണ്, ഇത് ഷൂട്ട് ചെയ്യാൻ ഇങ്ങനെ പറ്റില്ല. അപ്പൊ ആർട്ടുകാരും അസിസ്റ്റൻസും കൂടെ മൊത്തം പൊളിച്ചിട്ടാണ് മൊത്തം ബസ്സാണല്ലോ കഥ നടക്കുന്നത്. CID മൂസയിലെ കാർ എങ്ങനെയാണോ അതുപോലെ തന്നെയാണ് ഒരു ക്യാരക്ടറാണ് ബസ്. മറ്റേ ഈ ബാങ്ക് മാനേജർ നീ അത് വിടും മത്സരം മറ്റേ ആലിലയിൽ അത് നല്ല രസമാണ്. കോമഡി ഒക്കെ വർക്ക് ബസ്സിനെ കണക്ട് ചെയ്ത് ഇഷ്ടമാതിരി കോമഡി ഉണ്ടാവും. പടം തീരണതും ബസ്സിൽ തന്നെയാണ്. ആ നായികനെ വിളിച്ചുകൊണ്ട് പോണ സീനിലും പടം തീരണം. അത്രയും ത്രൂ ഔട്ട് ആ ബസ്സിനെ
അല്ല ആ പാട്ടിനകത്ത് ബസ്സിന് എന്തൊക്കെയാ ആക്കി എടുക്കുന്നത് സിനിമ കളിക്കാൻ വേണ്ടി കേട്ടുന്ന സീനും. അല്ല പക്ഷെ അത് ശരിക്കും പറഞ്ഞാൽ അവരതിൽ ഉദ്ദേശിക്കുന്ന ഒരു തീം അടിപൊളിയാ. റെസ്റ്റോറന്റ് കാണുന്നവർക്ക് കിട്ടുകയും ചെയ്യല്ലോ മുഴുവൻ. പക്ഷെ റെസ്റ്റോറന്റ് മാത്രം ആവൂല ആ പടത്തില്. മറ്റേ എന്നിട്ടാ ട്യൂബ് പഞ്ചറാവില്ല. ഇതെന്താണോ മലയാളിയല്ലേ തൊഴിലുള്ളവർക്കൊക്കെ. അപ്പൊ പറയാം മറ്റേ ഇതില് മൊത്തം പഞ്ചറാ. അവനെ ചൂലേ ഒന്നുകൂടി വേണോ? പിന്നെ ഇത് കാറിനൊരു പ്രാധാന്യം ആ ഒരു എൻട്രിക്ക് കൊടുത്തത് മറ്റേ രാവണ പ്രഭുവിലെ ഹോസ്പിറ്റലിൽ വന്നിട്ട് അതൊരു സൂപ്പർ സീനാണ്. പിന്നെ പുള്ളിയുടെ എൻട്രി ഉണ്ടല്ലോ ഫസ്റ്റത്തെ മറ്റേ പൈസ ഇതാക്കിയിട്ട് ആള് വന്നിട്ട് ചവിട്ടി ഡോറടച്ചേരുന്ന സാധനം. പുള്ളിയുടെ ഒരു സാഗും കൂടായപ്പോഴത്തേക്കും അത് ഫ്രെയിമിലെന്ന് വെച്ചാൽ പുള്ളിയുടെ മറ്റേ ഗ്ലാസ് താത്തൂലേ. അപ്പൊ ഈ ഡോറിന്റെ മുകളിലൊരു വിൻഷീൽഡ് പോലെ സാധനല്ലേ, അത് മുന്നേ ടോയോട്ട അടിച്ചിട്ട് ആളുടെ നെറ്റിമ കാണിക്കും ആ സാധനം. അങ്ങനത്തെ ഷോട്ടുണ്ട്. അപ്പൊ അത് ഷോട്ട് ഇപ്പൊ റിപ്പീറ്റ് ആണ്. ആ ഹോസ്പിറ്റൽ അടിച്ചു പൊട്ടിക്കാൻ പറ്റില്ല. ഡോർ വണ്ടിയുടെ ഒരു ഫ്രെയിമും റീ റിലീസ് ചെയ്ത സമയത്ത് ആ സീൻ ഭയങ്കരമായിട്ട് സെലിബ്രേറ്റ് സാധനം. പുള്ളിയുടെ ഒരു സാഗും അതിന്റെ ഒപ്പം കാറും ഒരു എൻട്രി എൻട്രിക്ക് കുറച്ചുകൂടി കാറിന് ഹൈലൈറ്റ്. സിദ്ദീഖിന്റെ അടുത്ത് വരുമ്പോഴാ കാറാണല്ലോ ഹൈലൈറ്റ്. സിദ്ദീഖിനായിട്ടുള്ള ഫൈറ്റിൽ റോട്ടിൽ കൂടെ പോകണൊക്കെ അങ്ങനത്തെ ഒരു. പിന്നെ ട്രെൻഡ് സെറ്റർ ആയതാണ് നീലാകൃഷ്ണനകത്ത് ബുള്ളറ്റ്. അതിനുശേഷമാണ് ശരിക്കും എല്ലാവരും എനിക്കൊക്കെ എനിക്ക് കണ്ടിട്ടാണ് ബുള്ളറ്റ് എടുക്കുന്നത്. ബുള്ളറ്റിന് അതിനു മുമ്പും ഒരു പ്രൊമോഷനിന് വേണ്ടല്ലോ ആ ഒരു സിനിമയിൽ ആ ഒരു ബൈക്കിന് കിട്ടിയേക്കുന്ന ബുള്ളറ്റ് അതിനു മുമ്പുണ്ട്. പക്ഷെ കുറച്ചും കൂടി ഒരു ട്രെൻഡ് ഭയങ്കര ട്രെൻഡ് ആയി പ്രായമായിട്ടുള്ളവർക്ക് ബുള്ളറ്റ് എടുക്കാം. പക്ഷെ യങ്സ്റ്റേഴ്സിക്ക് അത് ബുള്ളറ്റിന് ഒരു വിന്റേജ് ഫാൻ ബേസ് ഉണ്ടായിരുന്നു എപ്പോഴും. പക്ഷെ പഴയ മോഡിലോട്ട് വന്നിട്ട് സൗണ്ടും ഒക്കെ വെച്ചിട്ട്. പക്ഷെ ഈ സാധനം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു പരിധി കഴിഞ്ഞപ്പോ എല്ലാരും മറ്റേ സ്പോർട്സ് ബൈക്ക് അങ്ങനത്തെ രീതിയിലേക്ക് മാറി തുടങ്ങിയപ്പോ ഇവർക്ക് അത് എന്താ പറയാ അതിനെ ആ രീതിക്ക് ബുള്ളറ്റിന് അത്ര ശ്രദ്ധിക്കുക. ആ സമയത്താണ് 90% ബൈക്ക് തന്നെയാണല്ലോ കൂടെ തന്നെ. അതാണ് അതൊരു ട്രെൻഡ് സെറ്റർ. കുറെ എന്തോരം പേര് കഴിഞ്ഞ ശേഷം ബുള്ളറ്റ് എടുത്ത് മറ്റേ ഹിമാലയം പോവാ. അങ്ങനത്തെ റൈഡ് ഭയങ്കര കോമൺ ആയല്ലോ ആ സിനിമയ്ക്ക്. ഗ്രൂപ്പുകളായി റൈഡുകളായി അതിനുശേഷമാണ് ഒരു ഇതുപോലെ വണ്ടി പടം കാണുമ്പോൾ ഒരു ഫ്രഷ് ഫീൽ ആണ്. എത്ര കണ്ടാലും ആ ഒരു നമുക്കൊരു ഭയങ്കര ഫ്രഷ്നെസ് ഉള്ള ഒരു യാത്ര പോയൊരു ഫീൽ ആണല്ലോ. പിന്നെ രാജമാണിക്യോ മറ്റേ ഫലത്തിൽ നമുക്ക് നെഞ്ചിനുള്ളിൽ തേനാ പിന്നെ അതിലെ എൻട്രി ഒക്കെ മനോജ് ഗെയിൻ അടുത്ത് ഇൻട്രോഡ്യൂസ് ചെയ്യും. അപ്പൊ വരുമല്ലോ ആ വണ്ടിക്കകത്ത് മറ്റേ ബെൻസ് രാജ. പക്ഷെ എനിക്ക് അതില് സിനിമയില് കാറുമായി ബന്ധപ്പെട്ടല്ല അതിലെ ഒരു ഐക്കോണിക് ഷോട്ട് എന്ന് പറയാൻ ഇവര് ഇത് പറയല്ലേ എല്ലാരും രാജാന്ന് പറയുമ്പോ എല്ലാരും കൂടി അല്ല. പക്ഷെ എനിക്ക് തോന്നുന്നു അവരൊരു മമ്മൂക്ക് ഉപയോഗിക്കുന്ന രാജ ഉപയോഗിക്കുന്ന ഒരു ഇത് മാത്രമായിട്ട് കാണിച്ചിട്ടുള്ളൂ. ഭയങ്കര പക്ഷെ ആ പടത്തിന് അത് ഭയങ്കര മാച്ച് ആവുകയും ചെയ്തു. റെഡ് കളർ അതും പബ്ബയിലുണ്ട്. മറ്റേ പുള്ളി വരെ തിളങ്ങണ ഡ്രസ് കാറ് മൊത്തത്തിലോ. അപ്പൊ ആ കാരണം പിന്നീട് ഏറ്റവും കൂടുതൽ ചെകുത്താൻ സ്ഫടികത്തിനകത്ത് അത് അടിപൊളി ഐക്കോണിക് ലോറിനോടൊക്കെ ഒരു സിനിമയുടെ ഐക്കോണിക്കോടൊപ്പം തന്നെ ചെകുത്താൻ ലോറിയും ലോറിനോടൊക്കെ ഒരു ഫാൻ. സ്ഫടികന്നായിരിക്കില്ല ആദ്യം. സ്ഫടികായിരിക്കും എന്നിട്ട് ചെകുത്താൻ. അത് അച്ഛൻ എഴുതണം. മറ്റേ ഒരുപാട് ലോറികൾക്ക് അങ്ങനത്തെ പേരല്ല സ്ഫടിക ലോറി തന്നെ. പക്ഷെ അത് എനിക്ക് തോന്നുന്നു പുള്ളിയുടെ എൻട്രിക്കാണെങ്കിലും ആ ഒരു അല്ല ആ ക്യാരക്ടറിന് പറ്റിയൊരു വണ്ടി അതിൽ നല്ല കിട്ടാൻ തടി പിടിച്ചോണ്ട് നമ്മളെപ്പോ കണ്ടാലും നമുക്ക് സ്ഫടിക ലോറിയാണ്. ലോക്കലാവാനായിട്ട് ലോറി സെറ്റ്. അല്ല പുള്ളിയുടെ മറ്റേ ഒരു ആളൊരു കരിയർ ആ ഒരു ഗ്രാഫ് ഉണ്ടല്ലോ പടത്തില് നശിച്ചു വന്ന് അതിന്ന് പുള്ളി കൊണ്ട് നടക്കണ ഹീറോയിസ് കാണിക്കാൻ നേരെ ചാടി നല്ല വണ്ടി തന്നെ ചെകുത്താന്റെ പേര് പറ്റപ്പോ ആളത് കൊണ്ട് നടക്കും. പിന്നെ സ്റ്റൈല്
സ്റ്റൈൽ കോണ്ടസ. പക്ഷെ തെറ്റിദ്ധാരണയുണ്ട് എല്ലാവർക്കും. ഡോഡ്ജ് ചാർജർ ആണെന്നൊരു തെറ്റിദ്ധാരണ ഞാനും വിചാരിച്ചത് അങ്ങനെ തന്നെയായിരുന്നു. പക്ഷെ അതില് എൻട്രി അടിപൊളിയാ. ടോവിനോനെ കണ്ടതിന് ശേഷമാണ് ഞാന് ടോവിനോടെ മറ്റേ മെക്സിക്കൻ അപരതൊക്കെ പോലത്തെ സിനിമകൾ കണ്ടതിന് ശേഷമാണ് സ്റ്റൈല് കാണുന്നത്. സ്റ്റൈല് കണ്ടപ്പോ എന്റെ മോനെ എൻട്രി ആ വണ്ടി പടം വല്ല ഡിറ്റ് ആയില്ലെങ്കിലും ആ ഒരു സ്വാഗ് ടോവിനോടെ വില്ലൻ അടിപൊളിയായിരുന്നു. പക്ഷെ അതിൽ നല്ലൊരു പാട്ടുണ്ടായിരുന്നു അതിൽ. അപ്പൊ അവന്റെ ക്യാരക്ടറിന് ആ കാറാണ്. ക്ലൈമാക്സ് ഫൈറ്റിലും ആ കാറിന് ഏരിയ കാണിക്കുന്നുണ്ട്. മറ്റേ കുട്ടീനെ അതില് പറയണ്ടല്ലോ, കാറ് റെഡിയാവാൻ കാത്തിക്കണ് പ്രതികാരത്തിന് വേണ്ടി. അത്രയും പ്രാധാന്യം. പിന്നെ മറ്റേ അച്ഛനെക്കാട്ടും ഇഷ്ടം കാറ് തട്ടിന് ശേഷം അവളോട് പ്രശ്നങ്ങൾ സിനിമ മുമ്പോട്ട്. പക്ഷെ കുറച്ചും കൂടി ഡെപ്ത് ആർക്കും അങ്ങനെ ഡെപ്ത് കൊടുത്തില്ല. അത് ശരിക്കും പറഞ്ഞാൽ എനിക്ക് തോന്നുന്നു കുറച്ചൊരു തമിഴ് ഫ്ലേവറൊക്കെ ഉള്ള ഒരു ആക്ഷൻ സാധനം ഉള്ളൂ അതിന്. ആ ഒരു എൻട്രി കണ്ടപ്പോ ആരാധന തോന്നൂലേ? എൻട്രി കണ്ടിട്ട് ആ ഒരു സ്റ്റൈലും ഭയങ്കരമായി. ആ വണ്ടിയും ആ ടൊവിനോടെ ലുക്കും രണ്ടും സ്റ്റൈലാണ്. പിന്നീട് മലയാളത്തിൽ നിന്ന് ഐക്കോണിക് ഒരു വണ്ടിയുണ്ട്, ഒരു പ്രീമിയർ പത്മിനി. പടം ഇങ്ങനെ പോയിക്കൊണ്ടിരുന്നപ്പോ ബോംബെ ടാക്സി അത് മറ്റേ ട്രോള് വരുമല്ലോ, അതിന്റെ ഫസ്റ്റ് ഒരു സിനിമയുടെ ഫസ്റ്റ് ഒരു ഇമോഷണൽ സാധനം, ട്രാജഡി പോലത്തെ സാധനം. പ്രൊഡ്യൂസർ ഈ പടം പൊട്ടോലോ ഇല്ല, ബോംബെ ഒരു കാസറ്റ് കൊടുക്കത്തില്ല, എല്ലാം ഓരോ പാട്ട് വെവ്വേറെ കൊടുക്കത്തില്ല. പിന്നെ അതുപോലെ മറ്റേ ഇവര് ബോംബെ കൊച്ചിയിലെത്തും, കൊച്ചി അല്ല ആ കാർ എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാല് ആരും അല്ല ഇപ്പഴത്തിരുന്ന് മറ്റേ പത്രം വാങ്ങിയപ്പോൾ അപ്പോഴേ വണ്ടി ഹൈലൈറ്റ് ആയിട്ട് വെള്ളമില്ലാത്ത അതുപോലെ തന്നെ വേറെ സാധനം ഉണ്ടല്ലോ മറ്റേ ഇതെന്നെ ആ കാർ എന്നൊക്കെ പറഞ്ഞ ആരും ശ്രദ്ധിക്കാത്ത കാറാണ്. പക്ഷെ അത് അജീഷിന്റെ കാലോട്ടുകൾ ബാഗ് കറിക്കുക ആ വണ്ടി. പിന്നെ എനിക്ക് തോന്നുന്നു ഗ്രേറ്റ് ഫാദർ ആണ്. ക്യാരക്ടറിന് പറ്റിയ അത് ഷെയ്ഡാണ്, നന്നായിട്ട് വൈറ്റ്. ആ ഇൻട്രോ ഉണ്ടല്ലോ, എന്റെ പപ്പ ബൈക്ക് മാത്രമല്ല കാർ ഇറങ്ങി നിൽക്കുന്ന ലുക്ക്, ലെക്സസ് അല്ലേ, എന്റെ ക്യാരക്ടർ മാറുമ്പോ പറ്റിയ വണ്ടി ബ്ലാക്ക് പീസ് പജറോ മോഡിഫൈഡ് വണ്ടി. അത് മറ്റേ പുള്ളി കൊണ്ടുവന്നിട്ട് നമ്മ ഫസ്റ്റ് പോഡ്കാസ്റ്റിൽ പറഞ്ഞിട്ടുണ്ടാകും ഡ്രിഫ്റ്റ് ചെയ്യാൻ അത് ആളുടെ ലുക്കിന് എന്തുകൊണ്ട് ആ സിനിമ മമ്മൂട്ടിനെ ആ ടൈമില് ഇത്ര സ്റ്റൈലിഷ് ആയിട്ട് പ്രസന്റ് ചെയ്ത സിനിമയില്ല. അതിന് പറ്റിയ വാഹനങ്ങൾ. നല്ല ക്യാരക്ടർ ആയിരിക്കുമ്പോ ലെക്സസ് ക്യാരക്ടറായിട്ട് മാറുമ്പോ അതിൽ ആരും ഉപയോഗിക്കുന്ന താറും. പിന്നെ അതല്ല ഒരു കാറിന് ഒരു ഇൻട്രൊഡക്ഷൻ കൊടുക്കണത് ബ്ലാക്ക് ബീസ്റ്റ് മറ്റേ പജേറോ, അത് വേറൊരു സിനിമയിലും കണ്ടായിട്ടില്ല, ഒരു ബീജം ഇട്ടിട്ട്. പക്ഷെ ശരിക്കും പറഞ്ഞാൽ പജേറോ നമുക്ക് കണ്ടുവച്ചുള്ള ഒരു കളർ ഉണ്ടല്ലോ, മറ്റേ റെഡും വൈറ്റും. സ്നോർക്കലൊക്കെ വെച്ച് വണ്ടി അതൊരു ഇതായിരുന്നു. പിന്നെ അതുപോലെ തന്നെ ഇൻട്രോ ഉണ്ടല്ലോ, മറ്റേ കുരിശിങ്ങനെ കാണിച്ചിട്ട് വണ്ടി എടുത്തേക്ക്. അതിലും ഇതേപോലെ ഒരു പാറ്റേൺ ഉണ്ട്. ആള് സാധാ നോർമൽ ജീവിതം നയിക്കുമ്പോ ആള് പോലീസ് വാഹനം ഉപയോഗിച്ച് പജറോ സ്പോട്ട് അല്ലേ അതിൽ ഉപയോഗിക്കുന്നത്. അത് കഴിഞ്ഞിട്ട് ഇവനൊരു പ്രശ്നം വന്ന് അത് സോൾവ് ചെയ്യുമ്പോ കാറും ഭാഗമായിട്ട് മാറുവാണല്ലോ ആ സിനിമയോട്. അത് മറ്റേ നമുക്കൊരു പാർക്കിന്റെ അവിടെ അതൊരു. പിന്നെ മറ്റേ പക്ഷെ അതിൽ ആ എൻട്രിയിലും അതുപോലെ തന്നെ ആ കാറിനൊരു ഇത് കൊടുക്കുന്നുണ്ട്. കാറിന് കുറെ ഹൈ ആംഗിള് വൈഡ് മറ്റേ പജേറോ സ്പോട്ട് അതുപോലെ മറ്റേ ജീപ്പ് ഉണ്ട്. ആ കാറിനോട് ഒരു ആരാധന. അല്ല അതെനിക്ക് നമുക്ക് ഓടിക്കണം തന്നെ നമുക്ക് പജേറോ സ്പോട്ട് മറ്റേ അനിയനാണ്. എനിക്ക് തോന്നുന്നേ അങ്ങനെ ചേസില് ഇങ്ങനത്തെ വണ്ടികൾ അങ്ങനെ ഉപയോഗിച്ച് തുടങ്ങിയിട്ടില്ല സമയത്തില്ല. കൂടുതലും അന്നുള്ള ചേസി പരമാവധി വില പറഞ്ഞ വണ്ടികൾ സ്കോർപിയോ സുമോ അതൊക്കെ ആയിരുന്നില്ല. അതിന്നൊരു വലിയ
സുമോടെ കാര്യം പറഞ്ഞപ്പോളെ കണ്ണൂർ സ്കോഡ് ആ ഓ ടാറ്റ സുമോ അതങ്ങനെ ഡിഫറെന്റ് ആയിട്ട് use അത് അതിൽ ആ സിനിമയിൽ തന്നെ പറയുന്നുണ്ടല്ലോ നമ്മുടെ ഒപ്പം തന്നെ ആ ഫ്ലൈറ്റ് കിട്ടില്ല എന്ന് പറഞ്ഞപ്പോ നമ്മുടെ ഇത്ര നാൾ കൊണ്ടുവന്നവരുണ്ടല്ലോ ഇവൻ മതിയാവും. ഇമോഷനാണ് ആ കാറ് അവർക്ക് കാണുന്നവർക്കും. എനിക്ക് അത് തന്നെ ഈ മോശം ലാസ്റ്റ് വണ്ടി തിരിഞ്ഞു നോക്കുമ്പോ നമുക്ക് ആ ഒരു ഫീൽ ഇത്രയും കൂടെ നിന്നല്ലോ. സിനിമ ത്രൂ ഔട്ട് നമ്മൾ ഇവര് ഈ വണ്ടി കണ്ടിട്ട് പിന്നെ നോക്കുമ്പോ പിന്നെ വണ്ടി ഇല്ല എന്ന് പറഞ്ഞ സാധനം ഉണ്ടല്ലോ. അതിലും ഇങ്ങനെ വണ്ടിയിൽ ഇഷ്ടപ്പെടുന്നവർക്കൊക്കെ ഭയങ്കര തിയേറ്ററിൽ കണ്ടപ്പോ ആ ബീജ് വണ്ടി തിരിഞ്ഞു നോക്കൂല വണ്ടി ഇങ്ങനെ കിടക്കുമ്പോൾ